ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ടങ് ട്വിസ്റ്റിംഗ് ആണ്. പിനക്കോൾ പിനക്കളോൺ, പിനക്കോൾ പിനക്കളോൺ റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ പേര് പറയാൻ തെറ്റിപ്പോകും. അപ്പോൾ എന്താണ് പിനക്കോൾ നമുക്ക് നോക്കാം. ജനറലി 2 OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ ഗ്ലൈക്കോൾസ് എന്നാണ് വിളിക്കുന്നത്. ഡൈഹൈഡ്രിക് ആൽക്കഹോൾസ് ആർ കോൾഡ് ഗ്ലൈക്കോൾസ്. ഈ ഗ്ലൈക്കോളിൽ ഈ OH ഗ്രൂപ്പ് തൊട്ടടുത്ത കാർബണിലാണ് വരുന്നതെങ്കിൽ അതിനെ 1,2 ഗ്ലൈക്കോൾ എന്ന് വിളിക്കും. അതാണ് പിനക്കോൾ. പിനക്കോൾ അസിഡിക് കണ്ടീഷനിൽ ആസിഡിൻ്റെ പ്രസൻസിൽ H2SO4 പ്രോട്ടോൺ ഡോണറിൻ്റെ പ്രസൻസിൽ ദാറ്റ് ചേഞ്ചസ് ടു എ കീറ്റോൺ, എ മോണോകീറ്റോൺ. 2 ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടായിട്ട് റിസൾട്ടിങ് പ്രോഡക്റ്റിൽ ഒരു കീറ്റോ ഗ്രൂപ്പ് മാത്രം വരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കാർബണിൽ 2 ആൽക്കൈൽ റാഡിക്കലാണ് ഉള്ളത്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഹൈഡ്രജൻ ആയിരുന്നുവെങ്കിൽ നമുക്ക് ലാസ്റ്റ് കോമ്പൗണ്ട് ഒരു ആൽഡിഹൈഡ് ആയിരിക്കും. അപ്പോൾ 1,2 ഗ്ലൈക്കോൾസിനെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആക്കി മാറ്റുന്നു അണ്ടർ അസിഡിക് കണ്ടീഷൻസ്. അതിനെയാണ് നമ്മൾ പിനക്കോൾ പിനക്കളോൺ റീഅറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ മെക്കാനിസം ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. 2 കാർബൺ ആറ്റം, അതിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് എല്ലാം CH3 ആണ്. ദെൻ 2 OH ഗ്രൂപ്പ്സ്. സോ ദിസ് ഈസ് 1,2 glycol or pinacol. In acid condition, presence of dilute H2SO4, sometimes concentrated H2SO4 പറയുന്നുണ്ട്. എനിവേ ഇൻ പ്രോട്ടോൺ ഡോണർ, ദാറ്റ് ഈസ് ദ കണ്ടീഷൻ, acidic condition. Then you get a monoketone. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഈ ഓരോ കാർബണിലും ഇവിടെ 2 CH3 ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാർബണിൽ ഒരു CH3 ഗ്രൂപ്പ് മാത്രമായി വേറൊരു CH3 ഉണ്ടായിരുന്നത് സെക്കൻഡ് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു മീഥൈൽ റാഡിക്കലിൻ്റെ ഷിഫ്റ്റ് നടക്കുന്നു. ഇതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ദിസ് ഈസ് 1,2 glycol on acidic condition changes to a monoketone or sometimes aldehyde depending on the environment. ഇവിടെ ഹൈഡ്രജൻ ആണുള്ളതെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മെക്കാനിസം എക്സാമിൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോട്ടോണേഷൻ. നമ്മൾ നേരത്തെ റിയാക്ഷൻ മെക്കാനിസത്തിൽ പറഞ്ഞു, ഈ ഡൈല്യൂട്ട് H2SO4 പ്രോട്ടോൺ ഡോണറാണ്. അപ്പം ആദ്യം ഈ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് H2SO4 നൽകുന്ന ഒരു പ്രോട്ടോണാണ്. ഈ റിയാക്ഷൻ എല്ലാം നടത്തിയതിന് ശേഷം ഈ പ്രോട്ടോണിനെ H2SO4 തിരിച്ചു പിടിക്കുന്നത് വരെ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചസും ആണ് നമ്മൾക്ക് ഈ കൺവേർഷൻ റിയാക്ഷൻ മെക്കാനിസം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ തുടക്കം തന്നെ H2SO4 ഒരു പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യുന്നു. ആ പ്രോട്ടോൺ ഈ മോളിക്യൂളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു, ചില മോളിക്കുലാർ ഷിഫ്റ്റ്, ആറ്റം ഗ്രൂപ്പുകൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഏറ്റവും അവസാനം അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോട്ടോൺ തിരിച്ച് സൾഫ്യൂരിക് ആസിഡിലേക്ക് തന്നെ പോകുന്നു. ആ ഒരു ഡ്യൂറേഷനിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അതിലാദ്യത്തെ സ്റ്റെപ്പ് പ്രോട്ടോണേഷൻ ഓഫ് 1 OH ഗ്രൂപ്പ്. പിനക്കോളിലുള്ള ഏതെങ്കിലും ഒരു OH ഗ്രൂപ്പിലേക്ക് H+ ആഡ് ചെയ്യുകയാണ്. H+ ആഡ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് ഓക്സിജൻ അതിൻ്റെ ഒരു ഇലക്ട്രോൺ പെയർ H+ന് സപ്ലൈ ചെയ്തിട്ടാണ് ഒരു ഗ്രൂപ്പിംഗ് അവിടെ ഉണ്ടാകുന്നത്. അതോടുകൂടി ഓക്സിജൻ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകുകയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രോട്ടോണേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ H2O, ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ഓക്സിജനുമായിട്ട് ഈ H2Oയ്ക്ക് സ്ഥിതി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ന്യൂട്രലായിട്ട് H2O ആയിട്ടങ്ങ് റിലീസ് ചെയ്യുകയാണ്. ആ പോസിറ്റീവ് ചാർജ് കാർബണ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ്. സോ ബൈ ദ റിമൂവൽ ഓഫ് എൻ H2O മോളിക്യൂൾ, ദ പോസിറ്റീവ് ചാർജ് ഓൺ ദ ഓക്സിജൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി കാർബൺ ആറ്റം. Now carbon becomes positively charged and it is a carbocation or a C+ ion. Elimination of H2O resulting in the formation of a carbocation. That is the second step. ഇനി എന്താണ് ചെയ്യുന്നത്? ഇങ്ങനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ
സ്നേഹമുള്ള കാർബൺ, അടുത്തുള്ള കാർബൺ എന്താ ചെയ്യുക, ഇതിൻ്റെ പോസിറ്റീവ് ചാർജിനെ എങ്ങനെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. അത് ചെയ്യാൻ പറ്റുന്നത്, അതിന് 2 CH3 ഗ്രൂപ്പ്സ് ഉണ്ട്. അതിലെ ഒരു CH3 ഗ്രൂപ്പിനെ ഇലക്ട്രോണോട് കൂടി ഷിഫ്റ്റ് ചെയ്ത് കാർബണിലേക്ക് കൊടുക്കുകയാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള മെക്കാനിസം, ഇതൊരു സജസ്റ്റഡ് മെക്കാനിസമാണ്. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ തുടക്കത്തിലേ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്, ഇന്നും സിലബസിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു CH3 ഷിഫ്റ്റാണ് നമ്മൾ കാണുന്നത്. CH3 ഷിഫ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇലക്ട്രോൺ പെയറുമായിട്ടാണ്. എങ്കിൽ മാത്രമല്ലേ C പോസിറ്റീവ് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ CH3 ഗ്രൂപ്പ് ഒരു കാർബണിൽ നിന്ന് അടുത്ത കാർബണിലേക്ക്, അതായത് ഇലക്ട്രോൺ കുറവുള്ള കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതോടുകൂടി ഈ പോസിറ്റീവ് ചാർജ് ആദ്യത്തെ കാർബണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇവിടെ കാർബോകാറ്റയോൺ ഉണ്ടാവുകയാണ്. ദിസ് ഈസ് ഫോംഡ് ബൈ ദ ഷിഫ്റ്റ് ഓഫ് CH3 ഗ്രൂപ്പ്. ദാറ്റ് ഈസ് 1,2 CH3 ഷിഫ്റ്റ് ടു C+ അയോൺ. അതവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന കാർബോ C+ൽ നിന്ന് അതിനൊരു റെസൊണൻസ് സ്റ്റെബിലൈസേഷനാണ് അവിടെ വരുന്നത്. ഈ പോസിറ്റീവ് ചാർജ് കാർബണിലുള്ളത് ഓക്സിജനുമായിട്ട് ഒന്ന് റെസൊണേറ്റ് ചെയ്യുകയാണ്. കുറച്ച് നേരം കാർബൺ പോസിറ്റീവാകും, കുറച്ച് നേരം ഓക്സിജൻ പോസിറ്റീവാകും. ഇങ്ങനെ ഒരു റെസൊണൻസ് സ്റ്റെബിലൈസേഷനാണ് അവിടെ നടക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കുന്നു. അതിനുശേഷം പിന്നെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ ഓയുടെ പോസിറ്റീവ് ചാർജ് മാറ്റണമെങ്കിൽ ഒറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ. H-നെ H+ ആയിട്ട്, ഇതിൽ OH ബോണ്ടിൽ നിന്നുള്ള H-നെ H+ ആയിട്ട് വിട്ടിട്ട് ആ ഇലക്ട്രോൺ പെയർ ഓക്സിജൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പിനക്കളോൺ കിട്ടും. സോ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് എ ഡീപ്രോട്ടോണേഷൻ സ്റ്റെപ്പ്. ഇതെന്ന് പറയുന്ന ഒരു സ്റ്റെപ്പും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, അതൊരു റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എന്ന് വിചാരിച്ചാൽ മതി. ലാസ്റ്റിൽ ഈ പ്രോട്ടോൺ ഇവിടുന്ന് റിലീസ് ചെയ്യുന്നു. അത് വീണ്ടും ഈ റിയാക്ഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് H+ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ സ്ട്രെസ്സ് റിലീവ് ചെയ്തു, മോളിക്യൂള് സ്റ്റേബിളായി, എന്നിട്ട് ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് എല്ലാം പോയി, നമുക്ക് ആവശ്യമായിട്ടുള്ള കീറ്റോൺ അവിടെ ഫോം ചെയ്യുകയും ചെയ്തു. നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 2 OH ഗ്രൂപ്പുള്ള സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ടിൽ നിന്ന് ഒരേ ഒരു കീറ്റോ ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവുകയും അതുപോലെ തന്നെ ആ കീറ്റോ ഗ്രൂപ്പിൻ്റെ വന്നിരിക്കുന്ന കാർബണിൽ ഉണ്ടായിരുന്ന ഒരു CH3ക്ക് കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ടും ഈക്വലി സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഈ പർട്ടിക്കുലർ കോമ്പൗണ്ടിൽ രണ്ടും ഈക്വലി സബ്സ്റ്റിറ്റ്യൂട്ടാണ്. 2 CH3 ഗ്രൂപ്പ് 2 കാർബണിലും ഉണ്ടായിരുന്നു. ഫൈനൽ പ്രോഡക്റ്റിൽ എന്താണ്, ഒരു കാർബണിൽ CH3 ഗ്രൂപ്പ് 3 വരികയും ഇവിടെ 1 കുറയുകയും ചെയ്തു. എങ്കിൽ മാത്രമേ ഇത് കീറ്റോൺ ആകാൻ പറ്റൂ. സോ ദ വാലൻസി 1, 2, 3, 4. അപ്പോൾ ഇത് സ്റ്റേബിളായി. ഇവിടെയും കാർബണിന് 4 വാലൻസി സ്റ്റേബിളായി. അങ്ങനെ ഒരു ഗ്ലൈക്കോളിനെ 1,2 ഗ്ലൈക്കോളിനെ ഒരു കീറ്റോണാക്കി, മോണോ കീറ്റോണാക്കി മാറ്റുന്ന ഈ ഒരു മെക്കാനിസം ഇതാണ്. ഈ മെക്കാനിസം എല്ലാം ഇതിൻ്റെ നമ്മൾ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടി, ഫൈനൽ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ എങ്ങനെ വരുന്നു, അതിന് വരാൻ ഏതൊക്കെ സ്റ്റെപ്പ്, എന്തെല്ലാം സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സജസ്റ്റ് ചെയ്യുന്ന മെക്കാനിസമാണ് റിയാക്ഷൻ മെക്കാനിസം. ഇന്നിപ്പോൾ മോഡേൺ ടെക്നോളജി അനുസരിച്ച് ഈ റിയാക്ഷൻ്റെ എല്ലാം ഓരോ സ്റ്റെപ്പിലും ഇൻ്റർമീഡിയറ്റ് ഏതാണ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ടെക്നിക്സുകൾ ഉണ്ട്. അപ്പം ഇത് നമുക്ക് തിയറട്ടിക്കലായിട്ട് സജസ്റ്റഡ് മെക്കാനിസമാണ്. സോ ദറ്റ് ഈസ് ദ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മെക്കാനിസം നമ്മൾ പറയാം. കെമിസ്ട്രിയിൽ തുടക്കത്തിലേ ഉണ്ടായിരുന്ന ഒരു മെക്കാനിസമാണ് പിനക്കളോൺ റീഅറേഞ്ച്മെൻറ്റ്. ഇത് നിങ്ങൾക്ക് കഥകളാക്കി പഠിക്കാം, ഓർത്തു വയ്ക്കാം, എക്സാമിനേഷന് ആവശ്യമെങ്കിൽ എഴുതാം. താങ്ക് യു.